നമ്മുടെ ഗ്രേപ്സിൻ്റെ ഓഫീസിൽ വർഷങ്ങളായിട്ടൊരു പ്രാക്ടീസ് ഉണ്ട്. പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസുമായിട്ട് വളരെയധികം യാത്ര ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഓഫീസിലെ ചില കാര്യങ്ങൾ ഫോണിൽ വിളിച്ചു പറയേണ്ടി വരാറുണ്ട്. അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അത് ഞാൻ മാത്രമല്ല, മിക്ക മാനേജ്മെൻറ്റ് പേഴ്സൺസും ചെയ്യുന്നൊരു കാര്യമാണ്, കേട്ട ആളിനോട് എന്താണ് മനസ്സിലായതെന്ന് തിരിച്ചു പറയാൻ പറയും. അങ്ങനെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് അവർക്ക് മനസ്സിലായതെന്ന്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ഒന്നായിരിക്കാം, അത് നമ്മുടെ ഓഫീസിലെ പ്രവർത്തനത്തെ ബാധിക്കാം. നമ്മുടെ ഹോസ്പിറ്റലിലാകുമ്പോൾ നമ്മൾ അത്യാവശ്യം വിളിച്ച ഒരാളിനോടൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മെഡിസിൻ ഓർഡറുകളാണെങ്കിൽ, അദ്ദേഹത്തിന് മനസ്സിലായത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ മാറ്റം വരികയുള്ള ഒരു പേഷ്യൻ്റ് മരിച്ചു പോകുക വരെ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വിളിച്ചു പറയാനുള്ള സാഹചര്യത്തെ കഴിവതും ഒഴിവാക്കുക. EMR നമ്മുടെ ഗ്രേപ്സിൻ്റെ BSA വഴി നമ്മൾ ട്രാവലിങ്ങിലായിരിക്കുമ്പം പോലും ഈ പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാം. അഥവാ ഒരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ വിളിച്ച് പറയേണ്ടി വന്നാൽ റിപ്പീറ്റ് ബാക്ക് അല്ലെ റീഡ് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് അവർ പറഞ്ഞതിനെ കൃത്യമായി നമ്മൾ കേട്ട് മനസ്സിലാക്കണം. നമ്മൾ ഉദ്ദേശിച്ച ഓർഡർ തന്നെയാണോ അവർക്ക് മനസ്സിലായതെന്ന്. അത് പറ്റുമെങ്കിൽ 17 എന്ന് പറയുന്നതിന് 17 എന്ന്, 70 എന്ന് പറയുന്നതിന് 70 എന്ന രീതിയിൽ തന്നെ അവരെ കൊണ്ട് റീഡ് ബാക്ക് ചെയ്യിപ്പിക്കണം. കാരണം ചിലപ്പോൾ അത് തങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാകാതെ പോയേക്കാം. അതുപോലെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്ന മരുന്നുകളുടെ അല്ലെ ചെയ്യാൻ പാടില്ലാത്ത മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. എന്ത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഈ മരുന്ന് വെർബൽ ഓർഡർ പാടില്ല, അല്ലെങ്കിൽ ഈ മരുന്നുകളാണ് വെർബൽ ഓർഡർ പറ്റുന്നത് എന്ന ഒരു ലിസ്റ്റ് നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റിട്ടൺ ഗൈഡൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. സോ MOM 4F verbal orders are implemented by ensuring safe medication management practices എന്ന് പറയുന്ന ഈ കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ഒരു ഡോക്യുമെന്റേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെർബൽ ഓർഡേഴ്സ് കഴിയുന്നത്ര നമുക്ക് ഒഴിവാക്കാം. അഥവാ എമർജൻസി സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യണമെന്നതിന് ഒരു ഡോക്യുമെന്റഡ് ഗൈഡൻസ് ഉണ്ടാവണം.